എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രിയങ്ക. രാഹുൽ മാങ്കുട്ടത്തിന്റെ രാജിയിൽ ആശയക്കുഴപ്പം. ഭീതി ഉപതെരഞ്ഞെടുപ്പ് സാധ്യത തള്ളാനാവില്ലെന്ന് കോൺഗ്രസിന് നിയമോപദേശം. രാജിയില്ലെങ്കിൽ പുറത്താക്കലോ സസ്പെൻഷനോ വരും. തീരുമാനം ഇന്ന്. രാജിമാത്രം പോംവഴിയെന്ന് മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും. സ്കൂളിലെ ഭിന്നശേഷി നിയമനം സമിതികൾ ഇന്ന് പ്രവർത്തനം തുടങ്ങും. 1 മാസത്തിനുള്ളിൽ നിയമ നടപടികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് 2.5 ലക്ഷം കേസുകൾ. ജില്ലാ കോടതികളിലും അതിന് താഴെയുമായി തീർപ്പാകാതെ 18.05 ലക്ഷം കേസുകൾ. റോളർ സ്കീറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ബാംഗ്ലൂരു റീജിയൻ ചാമ്പ്യന്മാർ. പാടത്തെത്തി നെല്ലെടുക്കും. 12 രൂപയിൽ കൂടുതൽ വരുന്ന തുക കൃഷിക്കാർ വഹിക്കണം. ഒരു ചാക്കിൽ 40 കിലോ തൂക്കത്തിലാണ് നെല്ലു നിറയ്ക്കേണ്ടത്. 1ാം നെല്ലു സംഭരണ രജിസ്ട്രേഷൻ ഇന്നു മുതൽ. വ്യോമയാന വ്യവസായം കേരളത്തെ ആഗോള ഹബ്ബാക്കി മാറ്റണമെന്ന് ഉച്ചകോടി. കൊച്ചിയെ ട്രാൻസിറ്റ് ഹബ്ബാക്കണം വിദഗ്ധർ. സംസ്ഥാനത്തെ ടൂറിസം വ്യോമയാന മേഖലകൾ സമന്വയിപ്പിച്ച സുസ്ഥിര വളർച്ചയ്ക്കായി കേരളത്തെ വ്യോമയാന വ്യവസായത്തിലെ ആഗോള ഹബ്ബായി മാറ്റാൻ ആഹ്വാനം ചെയ്ത് വ്യോമയാന ഉച്ചകോടി സമാപിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ഒരാൾ കൂടി ആശുപത്രിയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8ആയി. വിദ്യാർത്ഥികളുടെ മുറികളിൽ പരിശോധന. 13 പേർ അറസ്റ്റിൽ. കോയമ്പത്തൂർ റൂറൽ പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് മാരകായുധങ്ങളും ലഹരിമരുന്നും ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരിമരുന്ന് ഉപയോഗം കണ്ടെത്താനും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ തിരിച്ചറിഞ്ഞു വിലക്കാനുമായി കോയമ്പത്തൂർ റൂറൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ക്ലിൻ കോവൈ പരിശോധനയിൽ വ്യാപകമായി ലഹരിമരുന്നും ആയുധങ്ങളും വാഹനങ്ങളും പിടിച്ചെടുത്തു. വിവിധയിടങ്ങളിലായി 13 പേർ അറസ്റ്റിലായി. അനീഷ് ദയാൽ സിംഗ് ഡെപ്യൂട്ടി NSA, CRPF എന്നും ITBP എന്നിവയുടെ മുൻ ഡയറക്ടർ ജനറലായിരുന്ന അനീഷ് ദയാൽ സിംഗിനെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ട്. രാഹുൽ ഗാന്ധി. ആകാശകവചം തീർത്തു ഇന്ത്യ. തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം വിജയം. ഡ്രോൺ മുതൽ മിസൈൽ വരെയുള്ളവ ചേർക്കും. CISF സമ്പൂർണ്ണ വനിതാ കമാൻഡോ ടീം ഉടൻ വരുന്നു. രാജ്യതലസ്ഥാനത്ത് പുതിയ മേൽവിലാസവുമായി ലീഗ്. ദേശീയ ആസ്ഥാന മന്ദിരം ഖായിദെ മില്ലത്ത് ഉദ്ഘാടനം ചെയ്തു. KCLൽ സഞ്ജു സാംസന് കന്നി സെഞ്ചുറി. ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ടീം ഇന്ത്യയുടെ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ചേതേശ്വർ പുജാര. കേരളത്തിൽ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച ഒരാൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ എണ്ണം 8ആയി. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കർശനമായി നിരോധിക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശം. 1 വർഷത്തിനുള്ളിൽ കേരളം മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും മുക്തമാകുമെന്ന് മന്ത്രി MB രാജേഷ് പറയുന്നു. കോഴിക്കോട് ഭാവിയിലെ പാരീസ് ആയിരിക്കുമെന്ന് മലബാർ ടൂറിസം കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത ശേഷം മന്ത്രി റിയാസ് പറയുന്നു. പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം കേരള ലോങ് ജംപ് ശ്രീശങ്കർ 5ാം സ്വർണം നേടി. ഡിജിറ്റൽ ടെക്നോളജിക്കൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ തസ്തികയ്ക്കായി കേരള സർക്കാർ അപേക്ഷകൾ ക്ഷണിച്ചു. പൗരത്വത്തിന്റെ തെളിവല്ല, തിരിച്ചറിയൽ രേഖ മാത്രമാണ് ആധാർ എന്ന് സുപ്രീം കോടതി വിധി വ്യക്തമാക്കുന്നുവെന്ന് BJP പറയുന്നു. ഗഗൻയാൻ പദ്ധതിക്കായി ISRO ആദ്യ സംയുക്ത എയർഡ്രോപ്പ് ടെസ്റ്റ് പൂർത്തിയാക്കി. 3.58 ബില്യൺ രൂപയുടെ ജേഴ്സി സ്പോൺസർഷിപ്പ് കരാറിൽ നിന്ന് പിന്മാറാൻ BCCAയുമായി ഡ്രീം 11 ചർച്ച നടത്തുന്നു. ടൈഫൂൺ കാജിക്ക് അടുക്കുമ്പോൾ വിയറ്റ്നാം 300,000 പേരെ ഒഴിപ്പിക്കും. യുക്രൈൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പോരാട്ടം തുടരുമെന്ന് സെലൻസ്കി പ്രതിജ്ഞ ചെയ്തു. ഗാസയിൽ ആസൂത്രിതമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഡച്ച് വിദേശകാര്യമന്ത്രി രാജിവെച്ചു.